രണ്ടുപേർക്ക് കഴിക്കാവുന്ന ബിരിയാണി ഒറ്റപ്പൊതിയിൽ കുത്തിക്കോരി വിളമ്പുന്ന ഒരു മനുഷ്യൻ ചെമ്പ് കാലിയാകാൻ അധിക സമയം വേണ്ട. രണ്ടുപേർക്ക് കഴിക്കാവുന്ന ബിരിയാണിയാണ് ഒറ്റപ്പൊതിയിൽ കൊടുക്കുന്നത്. ഒറ്റപ്പൊതിയെ കൊടുക്കാൻ വേണ്ടി പോവാ. കണ്ടോ ഇത്ര ബിരിയാണി ആരെങ്കിലും കൊടുക്കോ? അതെ ആടി എന്നെ കണ്ടൊന്ന് ചിരിച്ചു. എന്റെ വീഡിയോ കാണുന്നേ അല്ലേ? പിന്നെ സന്തോഷം. ഒന്ന് വാങ്ങിച്ചു. ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നേ അല്ലേ? നല്ല കിടിലം ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. എൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്ന അവിടെ തിരക്ക് കണ്ടില്ലേ? ഒരു ചെമ്പ് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കായംകുളത്തുനിന്ന് നമ്മൾ കറ്റാനത്തേക്ക് പോകുമ്പം രണ്ടാം കുറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഇവർ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ചെമ്പ് പൊട്ടിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ബിരിയാണി കുത്തിക്കോരി അങ്ങോട്ട് വിളമ്പാൻ വേണ്ടി പോവാണ്. നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പം രണ്ടുപേർക്ക് കഴിക്കാവുന്ന ബിരിയാണിയാണ് ഒറ്റപ്പൊതിയിൽ കൊടുക്കുന്നത്. ഒറ്റപ്പൊതിയെ കൊടുക്കാൻ വേണ്ടി പോവാ. കണ്ടോ ഇത്ര ബിരിയാണി ആരെങ്കിലും കൊടുക്കോ? അതെ ആടി എക്സ്ട്രാ ഇച്ചിരി കൂടി ഇടുന്നുണ്ട്. എക്സ്ട്രാ ഇച്ചിരിയും കൂടി ഇടുന്നുണ്ട്. ഈ ബിരിയാണിക്ക് എത്ര രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്? 110 രൂപ. 110 രൂപയ്ക്കാണ് നമ്മൾ ഈ ബിരിയാണി കൊടുക്കുന്നത്. ഇത് ഏത് ബിരിയാണിക്ക് വിളമ്പി വെച്ചത്? ചിക്കൻ. ബീഫ് ഉണ്ടോ? ബീഫുണ്ട്. ബീഫിന് എത്ര രൂപയാണ്? 120 രൂപ. നമ്മള് ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? 15 ദിവസമേ ഉള്ളൂ. നമ്മള് ഇവിടെ ഒരു ജംഗ്ഷൻ ആയിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു, ബിരിയാണി ജംഗ്ഷൻ അല്ലേ? ആരൊക്കെ കൂടിയാ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. ഇത് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ആദ്യം പണി ചെയ്തത് കുവൈറ്റിലാണ്. കുവൈറ്റിൽ ഇതിന്റെ കുവൈറ്റ് സ്റ്റൈലിലാണ് ഇവിടെ കൊടുക്കുന്നത്. കുവൈറ്റ് സ്റ്റൈലിലാണ് നാട്ടിൽ ബിരിയാണി കൊടുക്കുന്നത്. ഓക്കെ. മക്കള് സഹായിക്കുമോ? മക്കളും സഹായിക്കും. ഇത് ചെയ്യാനൊക്കെ തുടങ്ങുന്നത് എത്ര മണിക്കാ? അത് രാവിലെ 5 മണിക്ക്. 5 മണിക്ക് നമ്മൾ ചിക്കനും ഉണ്ടാക്കും, അതുപോലെ തന്നെ ബീഫും ഉണ്ടാക്കി 10 മണിയാകുമ്പോൾ വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവരും. 11 മണിയാകുമ്പോൾ ഇവിടെ സ്റ്റാർട്ടാവും. 11 മണിയാകുമ്പോൾ ഇവിടെ സ്റ്റാർട്ടാവും. നാട്ടില് ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആൾക്കാർ വന്ന് കയറി വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ടല്ലേ? ഇക്കാടെ ബിരിയാണി നാട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെന്തോ വേണോ അല്ലേ? അഭിപ്രായം എല്ലാം നല്ല അടിപൊളിയാണ്. നല്ല അഭിപ്രായം. ഇതിനകത്ത് എത്ര പീസ് ഉണ്ട്? 2-3 പീസ് ഉണ്ടെന്ന് തോന്നല്ലേ? 2-3 പീസ് ഉണ്ട്. നല്ല രീതി കുത്തിക്കോരിയാണ്. വലിയ റൈസിന്റെ അരിയാണ് കൊടുക്കുന്നത് അല്ലേ? വലിയ അരിയുടെ ബിരിയാണിയാണ്. ഓക്കെ. അപ്പം ഇതാണ് ഒരു പൊതി നമ്മൾ കൊടുക്കുന്നത് അല്ലേ? എന്റെ പേര് രശ്മി. ഇടയ്ക്ക് വാങ്ങിക്കുന്നതാണോ ഇവിടുന്ന്? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നെ കണ്ടൊന്ന് ചിരിച്ചു. എന്റെ വീഡിയോ കാണുന്നേ അല്ലേ? പിന്നെ സന്തോഷം. ഒന്ന് വാങ്ങിച്ചു. ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നേ അല്ലേ? ഓക്കെ, എന്നാ പോട്ടോ. ശരി. ഒരു ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തട്ടെ. ഇക്കടെ മോനാണ്. മോന്റെ പേരെന്താ? അബു. നൗഫാൻ എന്നാണ് ഒറിജിനൽ പേര്. പിന്നെ എന്തോ വേണം? നൗഫാൻ എന്നാണ് ഒറിജിനൽ പേര്. രണ്ടുപേരും അവൻ പറഞ്ഞു. ഓക്കെ. മോനും രാവിലെ വാപ്പയുടെ കൂടെ ഉണ്ടോ? ഇവിടെ വാപ്പ ഇത് കുത്തിക്കോരി പാഴ്സൽ പൊതിഞ്ഞ് കൊടുക്കുന്ന, ഇവിടെ സെർവ് ചെയ്യുന്ന ആളെന്ന് പറയുമ്പോ അബു ആണല്ലേ? അബു എങ്ങനെയുണ്ട്? അബു എത്തല്ല പഠിക്കുന്നേ? 10 എഴുതിയിട്ടിരിക്കുക. നല്ല മാർക്കോടുകൂടി വിജയിക്കേട്ടാ. എല്ലാവിധ ആശംസകളും. ഓക്കെ. വാപ്പയായിട്ട് എത്ര മണിയാകുമ്പോ ഇവിടെ വരും? 11 മണിയാകുമ്പോ വരും. നമ്മുടെ ബിരിയാണി കഴിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമല്ലേ? അടിപൊളി അഭിപ്രായം. വാപ്പ ഇത് ചെയ്യാൻ തുടങ്ങുന്നത് എത്ര മണിക്കാ? 5 മണിയാവും. 5 മണിക്ക് നീ എഴുന്നേക്കോ? ചിലപ്പോ എഴുന്നേക്കോ? ഓക്കെ. അപ്പൊ ഇനി ഞാൻ വരുമ്പോ ഇവിടുത്തെ കച്ചവടം നല്ല ഗംഭീരമാണ് രണ്ടുപേരും കൂടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവിധ ആശംസകളും നേരുവോ ഞാൻ കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊപ്രാപുര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവർ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, കുറച്ച് ആഴ്ചകളെ ആയിട്ടുള്ളൂ. സംഭവം നല്ല അഭിപ്രായമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ കൊണ്ട് കയറി വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയുമ്പം ബിരിയാണി ജംഗ്ഷൻ എന്നാണ്. ചെറിയൊരു കൗണ്ടർ സെറ്റപ്പ്. 2 ചെമ്പുണ്ട്. 2 ചെമ്പ് നിറച്ചും ബിരിയാണി ഉണ്ട് കേട്ടോ. ഇക്ക കുത്തിക്കോരി വെക്കുന്നതെന്ന് പറയുമ്പോൾ ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കാണുന്ന പ്രേക്ഷകരൊക്കെ, ഈ ലൊക്കാലിറ്റിയിലുള്ളവരൊക്കെ ഇവരെ നിന്ന് ബിരിയാണി വാങ്ങിച്ചൊന്ന് ഹെൽപ്പ് ചെയ്ത് സഹായിക്ക്. കച്ചവടം ഒന്ന് ഉഷാറാക്കി കൊടുക്കേട്ടാ. നമ്മൾ പോയിടത്തൊന്നും കച്ചവടം മോശമായിട്ടില്ല. കച്ചവടം ഉഷാറാകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ലേ? ഇക്ക എനിക്ക് എടുക്കുന്നതെന്ന് പറയുമ്പോൾ ബിരിയാണിയാണ്. ബീഫും ഉണ്ട്, ചിക്കനും ഉണ്ട്. ഇഷ്ടാനുസരണം എടുക്കാം. ബീഫിന് എത്ര രൂപ വയ്ക്കാം? 120. ബീഫിന് 120. ചിക്കൻ ആകുമ്പോൾ 110. 10 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഓക്കെ. ഇതാണ് ഇക്കയുടെ ഒരു പൊതി. ഇതിപ്പോൾ ചിക്കനാണോ വെച്ചിരിക്കുന്നത്? ഇത് ചിക്കനാണ് കേട്ടോ. ചിക്കനാണ്. ഒറ്റ പൊതിയാണ്. നല്ല വലിയ പൊതിയാണേ. ഓക്കെ. ബീഫ്. അപ്പം വാപ്പായെ സഹായിക്കാൻ നിൽക്കുന്നത് മോനാണ് കേട്ടോ. വാപ്പ അവിടെ നിന്ന് പൊതിയുമ്പോൾ ഇത് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന മോനാണ്. അവനാൾ മിടുക്കനാണ് കേട്ടോ. സ്ഥലം മറന്നുകൊണ്ടാ. അടിപൊളി ബിരിയാണിയാണ്. ഞാൻ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു കേട്ടോ. സന്തോഷം. അവരൊക്കെ ബിരിയാണി തേടി വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഞാനിപ്പം ഒരു ചേച്ചിയായിട്ട് സംസാരിച്ചില്ല. ആ ചേച്ചിയൊക്കെ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല അഭിപ്രായമുണ്ട്. കുറച്ച് ദിവസമായിട്ടുള്ളൂ. കുവൈറ്റ് ബിരിയാണി, കുവൈറ്റ് സ്റ്റൈലിലെ ബിരിയാണിയാണ് കൊടുക്കുന്നത് കേട്ടോ. മോനൊക്കെ ആക്റ്റീവായിട്ടാണ് ബിരിയാണി കച്ചവടം നടത്തുന്നത്. അപ്പം നിങ്ങൾ വാങ്ങിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യും, സഹായിക്കും. മറ്റൊരു ആഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം.